ഗുജറാത്തിന്റെ തീരദേശത്തെ വിറപ്പിച്ച അതിതീവ്ര ചുഴലിക്കാറ്റായ ബിബോർജോയ് കരയിലെത്തി. കനത്ത ആശങ്കയ്ക്കും ജാഗ്രതയ്ക്കുമിടെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ബിബോർജോയ് ഗുജറാത്തിന്റെ തീരം തൊട്ടത്. മണിക്കൂറിൽ 115 മുതൽ 125 കിലോമീറ്റർ വേഗത്തിൽ വീശിയ കാറ്റിൽ മരങ്ങൾ, വീടുകളുടെ മേൽക്കുരകൾ, 700ഓളം വൈദ്യുതി പോസ്റ്റുകൾ എന്നിവ തകർന്നു വീണു. കടലിൽ തിരമാലകൾ 3 കിലോമീറ്ററിലേറെയാണ് ഉയർന്നത്. ഭാവ്നഗറിൽ കുത്തൊഴുക്കിലകപ്പെട്ട ആടുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അച്ഛനും മകനും മരിച്ചു. മരം വീണ് ദ്വാരകയിൽ 3 ആൾക്ക് പരിക്കേറ്റു. രൂപൻ ബേത്തിൽ കുടുങ്ങിയ 72 പേരെ NDRF സംഘം രക്ഷിച്ചു. മുദ്രയിൽ അദാനി പവാറിന്റെ മുഖ്യ ഓഫീസിനും കേടുപാടുകൾ ഉണ്ടായി. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെ 27 സംഘങ്ങളാണ് ദുരിതാശ്വാസ പ്രവർത്തനത്തിനുള്ളത്. 8 തീരദേശ ജില്ലകളിൽ നിന്നായി ലക്ഷക്കണക്കിനേറെ ആളുകളെയാണ് ഒഴിപ്പിച്ചത്. 99 തീവണ്ടികൾ പൂർണ്ണമായും 39 വണ്ടികൾ ഭാഗികമായും റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ടെലിഫോണിൽ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി. വ്യാഴാഴ്ച വൈകിട്ട് 6:30യോടെയാണ് കാറ്റിന്റെ കരപ്രവേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചത്. അറബിക്കടലിൽ രൂപം കൊണ്ട ബിബോർജോയുടെ പുറംഭാഗം കച്ചിലും ദ്വാരകയിലുമായി കരയിലേക്ക് കടന്നുവെന്ന് ഡയറക്ടർ മൃത്യുഞ്ജയ് അറിയിച്ചു. 50 കിലോമീറ്റർ വ്യാസമുള്ള ഉൾഭാഗം അപ്പോൾ ജാക്കുവ തീരത്തിന് 70 കിലോമീറ്റർ അകലെയായിരുന്നു. അർദ്ധരാത്രിയോടെയാണ് കാറ്റ് പൂർണ്ണമായും കരയിലെത്തിയത്. ദുരന്തം എന്ന അർത്ഥമുള്ള ബിബോർജോയ് അറബിക്കടലിൽ ഏറ്റവും കൂടുതൽ നിലനിന്ന കാറ്റാണ്. ജൂൺ 6-നാണ് രൂപം കൊണ്ടത്. 10 ദിവസവും 12 മണിക്കൂറും എടുത്താണ് ബിബോർജോയ് ചുഴലിക്കാറ്റ് കരയിലേക്ക് എത്തിയത്. അതേസമയം കാറ്റ് രാജസ്ഥാനിലേക്ക് നീങ്ങുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. രാജസ്ഥാനിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ക്രമേണ ചുഴലിക്കാറ്റ് ദുർബലമാവുകയും ഇന്ന് വൈകുന്നേരത്തോടെ ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യും.